Hello guys, Sri here. Welcome back, അല്ലെങ്കിൽ വെൽക്കം ടു ദ ചാനൽ. വിവോ X300. എനിക്ക് ഈ ഫോണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഫോൺ ഓഫ് ദ പിക്ക്. എനിക്ക് X300 പ്രോവിനെ കാട്ടിയും എല്ലാത്തിനെ കാട്ടിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം, ഗൈസ്, ദിസ് ഇസ് മൈ വേ ഓഫ് നറേറ്റിംഗ്. ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ചിലവർക്ക് അത് എന്താ ഗൈസ്, ഐ എം സോറി, പക്ഷേ എനിക്കിങ്ങനെ ദിസ് ഇസ് മൈ നാച്ചുറൽ വേ ഓഫ് നറേറ്റിംഗ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ചാനൽ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം ഗോയിങ് ടു സേ വൈ ഐ ലവ് ദിസ് ഫോൺ സൂപ്പർ. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഡ്രീം ഫോണാണ്. കാരണം 6.31 ഇഞ്ച്, ഭയങ്കര തിൻ ബെസൽസ്, ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഡിസൈൻസ്. ഇതാണ് എൻ്റെ പെർഫെക്റ്റ് ഫോം ഫാക്ടർ. അതിൻ്റെ കൂടെ തന്നെ ഒരു രീതിയിലും ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കോമ്പാക്ട് ഫോൺ എൻ്റെ മൈൻഡിൽ ഇത് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ടു റെക്കമെൻഡ് ദിസ് ടു മെനി പീപ്പിൾ. ദിസ് ഇസ് എ ബ്ലിസ്. എനിക്കത് പറയാനുള്ളത് ബ്ലിസ് എന്നതിന് പറയാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അബൌട്ട് ദ റിവ്യൂ. എന്ത് കണ്ട ഈ ഫോൺ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡിസൈൻ ആൻഡ് ഫോം ഫാക്ടർ. 8mm തിക്നെസ്സേ ഉള്ളൂ, 190 grams വെയിറ്റ്, പ്രോപ്പർലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, കയ്യിൽ ഉപയോഗിക്കാനും പിടിക്കാനും ഡേ ടു ഡേ ഒക്കെ കൊണ്ടു നടക്കാനും ഒന്നും ഒരു സീനില്ലാത്ത സീനാണ്. നൈസ് ഫോൺ. അതിന് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ആർമർ ഷീൽഡ് ഗ്ലാസ് ടെക്നോളജി ഒന്നും ഇല്ലെങ്കിലും യു ഗെറ്റ് എ പ്രോപ്പർ ഗ്ലാസ് ടെക്നോളജി. അതേപോലെ തന്നെ അത്യാവശ്യം ഡ്യൂറബിൾ. അതിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചുമ്മാ ഒരു വൃത്തിയിട്ട ഫോണല്ല വിവോ പടച്ചു വിട്ടേക്കുന്നത്. ഇറ്റ്സ് എ ഡ്യൂറബിൾ പീസ് ഓഫ് ടെക്നോളജി. IP69 ഉണ്ട്. ഇറ്റ്സ് സേഫ് ഫോർ മീ. അതിൻ്റെ എല്ലാം ഉപരി അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അവർ എന്താ കേസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച്. ഡിസൈൻ ഇസ് പ്രിസ്റ്റീൻ. ഭയങ്കര ഹാൻഡി ഫോം ഫാക്ടറാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇറ്റ് ഈസ് മോർ ഹാൻഡിയർ ദാൻ മൈ ഐഫോൺ 17 അല്ലെ 16 ആയാലും. ഐഫോണിനെയൊക്കെ കാട്ടി ഭയങ്കര ഹാൻഡിയർ ആണ്. ആൻഡ് ബസൽസ് ഒക്കെ തിന്നാണ്ട് തന്നെ പ്രിസ്റ്റീൻ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, എനിക്ക് ഒറ്റ കാര്യം പറയണം. ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് പറയാനുള്ളത്. ഡിസ്പ്ലേയിൽ അവർ ഒരു രീതിയിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. LTPO 1 to 120 ഹെർട്സിലേക്ക് പോകും. 1.5K റെസൊല്യൂഷൻ. അത് ഈ കുഞ്ഞ് ഡിസ്പ്ലേനകത്തുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ടാക്ട് ഡിസ്പ്ലേ. കളർ ആക്യുറസി വിവോയുടെ ട്യൂണിംഗ് ആണ്. ഹാവ് നത്തിങ്, നോ പ്രോബ്ലം. ഇറ്റ്സ് സൂപ്പർ ടോപ്പ് നോച്ച്. ബ്രൈറ്റ്നസ് ആണെങ്കിൽ HDR കണ്ടന്റ് അല്ലേ, 4500 nits. HBM വെച്ച് സാധാ ഡേ ടു ഡേ യൂസേജിന് യു ക്യാൻ ഗെറ്റ് അറൗണ്ട് എന്താ പറയുക, ഒരു 1.5K അല്ല 1500 nits ഒക്കെ കിട്ടുന്നുണ്ട്. അത് എൻ്റെ ടെസ്റ്റിംഗ് ഒന്നും എനിക്ക് മനസ്സിലായതാ. ഡിസ്പ്ലേ സൂപ്പർ പ്രിസ്റ്റീൻ. ഒരു രീതിയിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല. PWM ഉണ്ട്, അതുകൊണ്ട് രാത്രി ഒന്നും ഉപയോഗിക്കുമ്പോഴൊന്നും വലിയ സീനൊന്നുമില്ല. ലോ ബ്രൈറ്റ്നസ്സിൽ ഉപയോഗിക്കുമ്പോഴും വലിയ സീനൊന്നുമില്ല. നൈസ് ഡിസ്പ്ലേ. ഇനി ഡിസ്പ്ലേനെ എയ്ഡ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാൽ, ഫോർ എ സ്മോൾ ഫോൺ ദിസ് ഇസ് സൂപ്പർ. ആ ഒരു കുഞ്ഞ് ഫോം ഫാക്ടറിന് ഇത് അടിപൊളി സ്പീക്കേഴ്സും അടിപൊളി ഹാപ്റ്റിക്സും. ഈ രണ്ട് കാര്യത്തിൽ വിവോ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ എന്താ ചീപ്പ് ഔട്ട് ചെയ്യാൻ നിന്നില്ല. നന്നായി എന്ന് വിചാരിച്ചു ദി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഐഫോൺ 17 Pro Maxന്റെ അത്രയും കിടലും ഹാപ്റ്റിക്സ് ഒന്നും ഇല്ല. പറയുകയാണ് കുഞ്ഞു ഫോണിന് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ നല്ല ഹാപ്റ്റിക്സ് ആണ്. സ്പീക്കേഴ്സ് ആർ ഓൾസോ വെരി ലൗഡ്, ക്ലിയർ, ബട്ട് നോട്ട് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബെസ്റ്റിന് തൊട്ട് ഈ ഫോം ഫാക്ടറിന് ഒന്നാമത്തെ കാര്യം 6.3 ഇഞ്ചിനകത്ത് അവന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തെർമൽ സ്റ്റാൻഡ് പോയിന്റിൽ സംസാരിക്കും. പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി. ഹൗ ഈസ് ദി ബാറ്ററി ലൈഫ് ആൻഡ് പെർഫോമൻസ്? ബാറ്ററി ലൈഫിൽ അതായത് പറഞ്ഞത് ഒരു രീതിയിൽ ഒരു സാക്രിഫൈസ് ഇല്ല. 60-40 6040 mAh മില്യൺ പവർ ബാറ്ററിയാണ്. പ്ലെൻറ്റി ഫോർ എ ഡേ. ഒരു ഡേ ചുമ്മാ ഓടും. ഓൾമോസ്റ്റ് അതിനകത്ത് എന്താ പറയുക, നിങ്ങൾക്ക് 1.5 day ഫോൺ എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം യൂസ് ചെയ്യണമെങ്കിൽ. കാഷ്വൽ ടു സിമ്പിൾ യൂസേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതലും പുഷ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ബെൽസ് ആൻഡ് വിസിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡിമെൻസിറ്റിയുടെ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ യു ഗെറ്റ് ഗുഡ് ബാറ്ററി ലൈഫ്. പക്ഷേ നിങ്ങൾ ഫോൺ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് തുടങ്ങുമ്പോൾ ബാറ്ററി ചെറിയൊരു ഡ്രെയിൻ വരുന്ന പോലെ തോന്നി. അത് അതിൻ്റെ തെർമൽസും എല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു നിഗമനം. അത് ഞാൻ ഇച്ചിരി പറഞ്ഞുതരാം. ബാറ്ററി ലൈഫ് എനിക്കൊന്നും പറയാനില്ല. 90 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 40 watt വയർലെസ് ചാർജിങ് ഉണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. അതുകൊണ്ട് യു ആർ പ്രിറ്റി സേഫ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് എന്താ പറയുക, ആ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനും എന്തും ഉപയോഗിക്കാനൊക്കെ ഒരു സീനില്ലാത്തൊരു ഫോണാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ്, ഞാൻ എൻ്റെ ഇച്ചിരി ചകഞ്ഞ് നോക്കി. ഞാൻ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റ്സും ചിപ്സെറ്റും കാര്യങ്ങളും ഇതിൻ്റെ തെർമൽ സ്റ്റാൻഡ് പോയിന്റും വിഡ്രോ പോയിന്റും ഒക്കെ എല്ലാം നോക്കി കണ്ടുപിടിച്ചപ്പം എനിക്ക് മനസ്സിലായി ഡിമെൻസിറ്റി 9500 എന്ന് പറഞ്ഞ ചിപ്പ് അടിപൊളിയാണ്, നല്ല ചിപ്പാണ്, ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു എക്സ്റ്റെൻസീവ് ഗെയിമറിന് പറ്റിയ ചിപ്പാണോ എന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു സേ നോ. അതിന് ഇച്ചിരി കൂടെ ബെറ്റർ ഒന്നെങ്കിൽ ആപ്പിളിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ വീണ്ടും ഒരു സ്മോൾ ഫോൺ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിസിപ്പിയേഷൻ സർഫസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തെർമൽ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുമ്പം ചിപ്സെറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോ പെർഫോമൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു
റോ പെർഫോമൻസ് ഇച്ചിരി കൂടെ കട്ട് ചെയ്തിട്ട് ആ ഒരു ടെമ്പറേച്ചർ ബാലൻസ് കൊടുക്കാൻ പറ്റണം. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇവിടെ മേക്കേഴ്സ് ചെയ്തേക്കുന്ന ഫൈൻ ട്യൂണിങ് ഓഫ് ബാലൻസാണ്. എനിക്ക് എത്രയൊക്കെ പുഷ് ചെയ്താലും എൻ്റെ റിസർച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് 50 ഡിഗ്രീൻ്റെ മേളിൽ പോകത്തില്ല, ഒരു 45 ഒക്കെയാണ് ആവറേജ് ചെയ്യണേ. അതിൻ്റെ മേളിലൊന്നും പോകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു കിഡിൽ ഏറ്റവും ടോപ്പ് ഗെയിം ഒരു 30 മിനിറ്റ്സ് കളിക്കുമ്പം ഒരു അവിടുന്ന് തൊട്ട് ചെറുതായിട്ട് അവർ ഫീച്ചേഴ്സ് കട്ട് ഓഫ് ചെയ്തു. ഇപ്പം മോഷൻ ബ്ലറൊക്കെ റിഡക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാനിന്ന് ഒരിക്കലും അത്ര ഗെയിം കളിക്കുന്നതല്ല, എനിക്ക് ചിപ്സെറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ ഒരു ആൾക്ക് ഭയങ്കര എക്സ്റ്റെൻസീവ് അല്ലാതെ വല്ലപ്പോഴും ഗെയിം കളിക്കുന്നത് ദിസ് ഇസ് പ്ലെന്റി ഇനഫ് ചിപ്സെറ്റ്. അതിൻ്റെ UFSൻ്റെ 4.1 സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്പീഡ്, ഫാസ്റ്റ്. സാധാരണ ഒരു എന്നെ കണക്കോ ഒരു കാഷ്വൽ യൂസറിനോ ഒക്കെ ആണെങ്കിൽ ഗൈസ് പെർഫോമൻസ് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട, യു ക്യാൻ ബൈ ദിസ്. നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും ജസ്റ്റ് ഇറ്റ് വിൽ ഹാൻഡിൽ. ഒരു റിമാർക്കേ പറയുള്ളൂ, നോട്ട് ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഔട്ട് ഇൻ ദ മാർക്കറ്റ്. ആൻഡ് അതാവാൻ ശ്രമിക്കുന്നുമില്ല എന്ന് വേണേൽ പറയാം. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ കുഞ്ഞു ഫോം ഫാക്ടറിനകത്ത് ഒരിക്കലും ഒരു ഗെയിമിംഗ് ഫോണിനേക്ക് ഞാൻ വരാൻ പറയത്തുമില്ല. ആ ഒരു സെഗ്മെന്റിൽ അല്ലാതെ ബാക്കി എല്ലാം ടോപ്പ് നോച്ച്. പിന്നെ ഇതിനകത്ത് AIൻ്റെ NPUസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ന്യൂറൽ പ്രോസസ്സിംഗ് കൊണ്ടൊക്കെ അവരുടെ സെപ്പറേറ്റ് ആയിട്ട് ഡിമെൻസിറ്റി ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്, ഗുഡ് തംസ് അപ്പ്. പെർഫോമൻസ് സ്റ്റാൻഡ് എനിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് ഒരു റിമാർക്കും കൂടെ പറഞ്ഞാൽ, ക്യാമറ ഒരു എക്സ്റ്റെൻസീവ് പീരീഡ് ഉപയോഗിക്കുമ്പം അഗെയിൻ ഒരു കുഞ്ഞു ഫോണായതുകൊണ്ട് അതിൻ്റെതായ ഹീറ്റിംഗ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് വീണ്ടും എടുത്ത് കേസ് കുഞ്ഞു ഫോണാണ്, എനിക്ക് കമ്പനീനെ ഒരുപാട് കുറ്റം എന്ന് പറയാം. പക്ഷേ കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും ഒരു രീതി വരെ മിനിമലി റെഡ്യൂസ് ആവുന്നുണ്ട്. സോ തംസ് അപ്പ് ഫോർ പെർഫോമൻസ് ആൻഡ് ബാറ്ററി. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ള ക്യാമറാസ്. വാട്ട് മാൻ, റിഡിക്യുലസ്ലി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കുഞ്ഞു ഐ ലൈക്ക് കോമ്പാക്ട് ഫോൺസിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്യാമറ സിസ്റ്റം ഇതാണ്. ഒരു രീതിയിലും ക്യാമറ കോംപ്രമൈസ് ചെയ്യില്ലാതെ, ഒരു രീതിയിലും ഒരു ചെറിയ ഫൈൻ ട്യൂൺ പോലും എന്താ പറയണ എനിക്ക് മിസ് ചെയ്തില്ല ഇതിൻ്റെ ക്യാമറയിൽ. എനിക്കൊരു ഫുൾ ഫ്ലാഗ്ഷിപ്പ് ഉപയോഗിക്കുന്ന അതേ ക്യാമറ ഫീൽ എനിക്ക് ഇതിനകത്തും കിട്ടിയെന്ന് പറയുന്നത് ഒരു നാണയമില്ല, ഒരു മിസ്റ്റേക്ക് ഇല്ല. ഐ എം വെരി കോൺഫിഡൻറ്റ് ഇൻ ദിസ് ക്യാമറ. എന്താ 200 മെഗാ പിക്സൽ സെയിം മെയിൻ ഷൂട്ടർ, 50 മെഗാ പിക്സൽ, പിന്നെ വേറെ ഒരു 50 മെഗാ പിക്സൽ സെൽഫി. ടോപ്പ് നോച്ച്. കളർ സയൻസ് ആയിക്കോട്ടെ, ആക്യുറസി ആയിക്കോട്ടെ, ഫോക്കസിങ് ആയിക്കോട്ടെ, ഇവരുടെ ലേസർ ഫോക്കസിങ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, ഇതിനകത്ത് കുഞ്ഞു ഫോണിൽ പൊതുവേ ഞാൻ കണ്ടുള്ള മറ്റേ പെരിസ്കോപ്പിക് സൂം കേപ്പബിലിറ്റീസ് ഒക്കെ എനിക്ക് കുറവായിട്ട് തോന്നുന്നു. പക്ഷെ അതൊന്നുമില്ല, വിവോ ഹാസ് ആട്രിബ്യൂട്ടഡ് ദാറ്റ്. അതിൻ്റെ പെരിസ്കോപ്പിക്കും ടെലിഫോട്ടോ ലെൻസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അൾട്രാ വൈഡ് ആൻഡ് ഇസ് ഓൾസോ വെരി വെരി ഇൻടാക്ട്, ഷാർപ്പ്. അവിടെ ഒന്നും ഇവർ സാക്രിഫൈസ് ചെയ്തിട്ടില്ല. ദി ബെസ്റ്റ് കോമ്പാക്ട് ഫോട്ടോഗ്രാഫി ഫോൺ എന്ന് വേണമെങ്കിൽ എനിക്ക് ഒരു കുറ്റമില്ലാതെ വിളിക്കാൻ പറ്റും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു വീഡിയോസ് എനിക്ക് തോന്നുന്നു ഐ വുഡ് പ്രിഫർ ഐഫോൺ ലെവൽ വീഡിയോസിൻ്റെ അത്ര എത്തിയിട്ടുണ്ടോ അതിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ലോഗ് ഫയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് ട്രയൽ കാണിക്കുന്നില്ല, കാരണം ഗൈസ് ലോഗ് ഫയൽസ് ഒക്കെ ചുമ്മാ സാധാരണക്കാർക്കിൻ്റെ ഉപയോഗം പോലും ഇല്ല എന്നാണ്. നിങ്ങളൊരു സീരിയസ് സിനിമറ്റോഗ്രാഫറാണ്, സീരിയസ് ആളാണ്, ലോഗ് ഫയൽസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് പുഷ് ചെയ്യാം, ഡൈനാമിക് റേഞ്ച് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദെയർ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വീഡിയോസ് സെഗ്മെന്റിലും ഐഫോൺ കഴിഞ്ഞാൽ എനിക്ക് തൊട്ട് ഇഷ്ടപ്പെടുന്ന ഇതാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ വീഡിയോസിനെക്കാട്ടിയും ഐ പ്രിഫർ വിവോസിൻ്റെ വീഡിയോസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഈ ലെൻസ് സ്വിച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കര നൈസ് ആയിട്ടുണ്ട്, താങ്ക്സ് ടു പ്രോസസ്സറും അതേപോലെ പുതിയ OSൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി എനിക്ക് പറയാനുള്ളത്. സോ എന്താ പറയുക, കോട്ടനകത്ത് ഈ ക്യാമറയെ കുറിച്ച് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, ദി ബെസ്റ്റ് കോമ്പാക്ട് സ്മാർട്ട് ഫോൺ ക്യാമറ ഫോർ ഫോട്ടോഗ്രാഫി. വീഡിയോഗ്രാഫിയിൽ ഐഫോൺ കഴിഞ്ഞ സെക്കൻഡ് ഐ വിൽ ചൂസ് ദിസ്. സി ഗൈസ്, ഞാൻ പുതിയ ഒപ്പോടെ ഫോൺ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അത് ടെസ്റ്റ് ചെയ്യാൻ കിട്ടും എന്ന് വിചാരിക്കുന്നു. അത് കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് കമ്പാരിസണോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാം, ദാറ്റ് ഇസ് അഷ്യൂർഡ്. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഫോൺ നിങ്ങൾക്ക് നല്ലോണം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ ABC മൊബൈൽസ് പട്ടത്തേക്ക് നോക്കുക. അവിടെ X200 ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് വെളിയിലേക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. താഴെ കോൺടാക്ട് ഉണ്ട്, ഡു കോൺടാക്ട് ദം. സോ ഇനി നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സോഫ്റ്റ്വെയർ. ഞാൻ എൻ്റെ X200 ഇനിഷ്യൽ ഇംപ്രഷൻസിനകത്ത് പറഞ്ഞായിരുന്നു കറക്റ്റ് എസ്തെറ്റിക് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ സോഫ്റ്റ്വെയറിനകത്ത്, അല്ലാതെ ഭയങ്കര കിട്ടുന്നില്ല. ഐ അപ്പോളജൈസ്, ഞാൻ അവിടെ തെറ്റാ പറഞ്ഞത്. ഇതിനകത്ത് ഒറിജിനൽ വോയിസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് എനിക്കറിയില്ല. ഒരുപാട് ഫങ്ഷണൽ ചെറിയ ട്വീക്സും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് സൂപ്പർ ഓസം എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷൻ പിടിച്ചുകൊണ്ടിരുന്ന് നേരെ ഡ്രാഗ് ടു നോട്ട്സ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ചെറിയ ഫൈൻ ട്യൂണിങ് ട്വീക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള. അതിനകത്ത്
അടിപൊളിയാണ്. അതിനുപരി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, ദിസ് ഇസ് മോർ സ്റ്റേബിൾ, ഇതിൻ്റെ ഇച്ചിരി ഫണ്ടിങ്ങും ബാക്കിങ്ങും ഉള്ള ഒരു ഗ്ലോബൽ സോഫ്റ്റ്വെയർ ലൈക്ക് iOS അല്ലെ OneUI, അതല്ല ഇന്ത്യ സ്പെസിഫിക് സോഫ്റ്റ്വെയർ അല്ല. അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഒന്നും പറയാനില്ല. 5 years ഓഫ് OS അപ്ഡേറ്റ്, 7 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്. എസ്തെറ്റിക്കലിയൊക്കെ എനിക്ക് ആ ചൈനീസ് ക്ലട്ടേർഡ് ലുക്കൊക്കെ മാറി വരുന്നു. ഐ എം സ്റ്റാർട്ടിങ് ടു ലൈക്ക് ദിസ്. എന്താ പറയണ, വിഷ്വലി ഒന്നും ഇല്ല. നമുക്കൊക്കെ ചിലവർക്ക് അറ്റ്ലീസ്റ്റ് ഈ സാംസങ് അല്ലെ വിവോ അല്ല സാംസങ് അല്ലെ ആപ്പിൾ ഉപയോഗിക്കുന്നവർക്ക് വിവോയുടെ ഒറിജിനോയ്സ് എന്ന് പറയുമ്പോൾ ഒരു ടേൺ ഓഫ് ആണ്. പക്ഷെ അങ്ങനൊന്നും വേണ്ട കേട്ടോ. ദിസ് ഇസ് എ ഫീച്ചർ പാക്ഡ് റിഫൈൻഡ്. ഇതുവരെ ബഗ്ഗൊന്നും അടിച്ചിട്ടില്ല. സാംസങ്ങും ആപ്പിളും എല്ലാം കേൾക്കണം, ഇതുവരെ എനിക്ക് ബഗ്ഗൊന്നും അടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു ജെനുവിൻ കിടിലം OS എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാല്ല. വിൽ ഐ മിസ് ദിസ് OS എന്ന് വെച്ചാൽ നോ, ബിക്കോസ് ഐ മോർ ഓഫ് ആൻ എസ്തെറ്റിക്. എനിക്ക് അതിൻ്റെ എസ്തെറ്റിക് പ്ലഷറുള്ള iOSും സാംസങ്ങിൻ്റെ ഒക്കെ തിരിച്ചു പോകുമ്പോൾ എനിക്കത് ഐ എൻജോയ് ദാറ്റ്. എസ്തെറ്റിക്കലി ഇച്ചിരി ഡൗൺ ആവുന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സോഫ്റ്റ്വെയറിൽ ടോപ്പ് നാച്ച് മേളിലിരിക്കുക, ഗോഡ് ടിയർ. സോ വൈ ഡു ഐ തിങ്ക് അബൌട്ട് ദിസ് ഫോൺ? എനിക്ക് അഗൈൻ എന്താ പറയാനുള്ള ഒരു വൺ വേർഡിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് സേ ദി ബെസ്റ്റ് കോമ്പാക്ട് ഫോൺ. ബ്ലിസ്. ഒരു കോമ്പാക്ട് ഫോൺ നോക്കി നടക്കുന്ന ആൾക്കൊരു ബ്ലിസ് ആണിത്. ഒരു രീതിയിലും ഒരു സാക്രിഫൈസും ചെയ്യാതെ യു ഗെറ്റ് ഡി പെർഫെക്റ്റ് ക്യാമറ, നൈസ് പെർഫോമൻസ്, കിടിലം തേർമൽസ്. ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഒരു കുഞ്ഞു ഫോൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും കൂളിംഗ് സിസ്റ്റം മാക്സിമം ചെയ്യുന്നുണ്ട്. നൈസ് സ്പീക്കേഴ്സ്, നൈസ് ഹാപ്റ്റിക്സ്, ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. വേറെ എക്സാക്ട്ലി ആണ് അവർ കോംപ്രമൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. IR ബ്ലാസ്റ്റർ ഒക്കെ ഉണ്ട്. അത് തന്നെ അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഐ ആം വെരി ഇൻ ലവ് വിത്ത് ദിസ് ഫോൺ. സത്യം പറയാനല്ല, എനിക്ക് ഒരു വിഷും കൂടെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി കൂടെ എസ്തെറ്റിക്കലി പ്ലീസിങ് സോഫ്റ്റ്വെയർ വന്നായിരുന്നെങ്കിൽ ഗോഡ് ടിയർ ഫോണാണ് തന്നെ. ജസ്റ്റ് മൈ വിഷ്. എനിക്ക് അത്ര പറയുള്ളൂ. സി ഗൈസ്, വേറൊരു കാര്യം, വിവോയുടെ X200 പ്രോൻ്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽ റിവ്യൂ ചാനൽ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാം. അതിനകത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഇത്ര എക്സൈറ്റഡ് അല്ല ഞാൻ ആ ഫോണിനകത്ത്. കാരണം ഈ ഒരു ഫോണിനുള്ള ന്യൂനെസ് എനിക്ക് ആ ഒരു ഫോണിനകത്ത് കിട്ടിയിട്ടില്ല. ജനറേഷണൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്തൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ S25 അൾട്രയിൽ നിന്ന് S26 അൾട്ര റിഫൈൻമെന്റ് അപ്ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ S24 അൾട്രയിൽ നിന്ന് S25 റിഫൈൻമെന്റ് അപ്ഡേറ്റ് ആയിരിക്കാം. അതേപോലെ 16 Pro Max നിന്ന് 17 Pro Max റിഫൈൻമെന്റ് അപ്ഡേറ്റ് ആയിരിക്കും. ആ ഒരു സ്റ്റാൻസ് ഇപ്പം ഈ വിവോയും പിടിച്ചു തോന്നാറ് മെയിൻ ഫ്ലാഗ്ഷിപ്പിൽ നിന്ന്. ഒരുപാട് നത്തിങ് ഇന്നോവേറ്റീവ്, ഒരു റിസ്ക് എലമെന്റ് ഒന്നും ഇല്ലാതെ സേഫ് ആയിട്ട് കളിക്കുക. പക്ഷേ ഐ ലൈക്ക് ദിസ് ഫോൺ. ഇതൊരു കുഞ്ഞ് ഫോം ഫാക്ടറുള്ളവരെടുത്ത് ആ റിസ്ക് എലമെന്റ് എടുത്തു. ഐ will recommend this to anybody who's looking for X300. So, Sri here, talk to you guys later. Guys, subscribe. Channel ഇച്ചിരി ഡൗൺ ആണ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.